ജ്യൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് സോയാബീൻ വെച്ചിട്ടൊരു മസാലക്കറി കേട്ടോ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ അതിലേക്ക് ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ സോയാബീൻ തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാൻ സോയാബീനൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് കുതിരാൻ വെക്കണം. അപ്പം സോയാബീൻ പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാനിപ്പോൾ ചെറിയ സോയാബീനാണ് എടുത്തിരിക്കുന്നത്. ഒരു സവോള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ സവോളയാണ്. ഒരു മീഡിയം സൈസ് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 12 അല്ലി ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സോയാബീനൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി വെള്ളമൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഞാൻ സോയാബീൻ വെള്ളമൊക്കെ കളഞ്ഞ് നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഞാനിത് മൺചട്ടിയിലാണ് കേട്ടോ വെച്ചെടുക്കുന്നത്. നമുക്ക് ചട്ടി ചൂടായ ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് പച്ചമുളകൊക്കെ മാറി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ സവാള ഒന്ന് നന്നായി വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 വലിയ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിൻ്റെ ടേസ്റ്റ് അനുസരിച്ചിട്ട് മാറ്റം വരുത്താം. 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 സ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയാണ് ഇതിൽ ശരിക്കും എരിവ് മുന്തി നിൽക്കുന്നത് കേട്ടോ. ബീഫ് കറിയുടെയൊക്കെ അതേ ടേസ്റ്റിൽ കിട്ടുന്നൊരു സോയാബീൻ കറിയാണ്. പിന്നെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് നമുക്കിത് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു പോവാൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഉടയാനുണ്ട് കേട്ടോ. ഇപ്പം നന്നായി വെന്ത് വന്ന ശേഷം നമുക്കിതിലേക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ സോയാബീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലിയ സോയാബീൻ വേണമെങ്കിലും എടുക്കാം. അത് 2 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടൊക്കെയും വെക്കാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒരു സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തത് ആ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച അതൊന്ന് കഴുകി ഒഴിച്ചതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ആവശ്യമുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളമൊക്കെ ഗ്രേവിയുടെ ഇതനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളമൊക്കെ വറ്റി പൂട്ടോ, നന്നായിട്ട് ഇത് വറ്റിച്ചെടുക്കാനുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇതൊന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് സമയം വേവിച്ചെടുക്കണം കേട്ടോ. അത് നന്നായി അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് വെന്ത് ആ ഗ്രേവിയൊക്കെ ആ ചാറൊക്കെ ഒന്ന് വറ്റി നല്ല തിക്കായിട്ട് വരണ വരെ നമുക്കിത് വേവിച്ചെടുക്കാനുണ്ട്. കണ്ടോ, നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. സോയാബീനൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. എന്നാലും ഈ ഗ്രേവി ഒന്നും കൂടി ഒന്ന് നല്ലോണം വറ്റി വരണം. നമുക്ക് ഇനി കുറച്ച് സമയം കൂടി അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം. കണ്ടോ, ഇപ്പം തന്നെ കാണാൻ നല്ല രസമുണ്ട്.
അപ്പോൾ ഇതാ നമ്മുടെ സോയാബീനൊക്കെ ഇവിടെ നന്നായിട്ട് വറ്റി ഗ്രേവിയൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഗ്രേവി കുറച്ചും കൂടി ചാറ് വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി വെള്ളമാകുമ്പോൾ അത് ഓഫ് ചെയ്തെടുക്കാം. ഞാൻ ഇങ്ങനെയാണ് വെക്കാറ്. ഇത് ശരിക്കും ബീഫ് കറിയുടെയൊക്കെ അതേ ഒരു ടേസ്റ്റാണ്. വാങ്ങി വെച്ച ശേഷം കുറച്ച് കുരുമുളക് പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വെച്ച് നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ സോയാബീൻ ഇങ്ങനെ വെച്ചിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. എല്ലാവർക്കും താങ്ക്